ഹായ് ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ നെയ്യ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ വീഡിയോ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഇതാണ് നമ്മൾ അന്ന് ഇങ്ങനെ പാലിൻ്റെ പാട വെട്ടി വെച്ചിരുന്ന പാത്രം. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ അടുപ്പിലിട്ട് മൊത്തം നല്ല കട്ടിയായിട്ടായിരിക്കും ഇരിക്കുക. അന്നേരം അത് മൊത്തം സ്പൂൺ വെച്ചിട്ട് തട്ടിയിട്ടു. അപ്പോൾ നല്ല കട്ടയായിട്ടിരിക്കും, കാരണം ഫ്രിഡ്ജിലിരിക്കുന്നത് കട്ടയായിട്ടിരിക്കും ഇരിക്കുക. അപ്പോൾ അതിങ്ങനെ തട്ടി അതിലേക്ക് ഇട്ടു. ഈ സമയത്ത് നന്നായിട്ട് ചൂട് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഫ്ലെയിം കൂട്ടിയിടണം. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് കുറേ അധികം നേരം വേണം. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ നെയ്യ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു മായയില്ല. കുട്ടികൾക്ക് ചോറിൻ്റെ കൂടെ, കുഞ്ഞു മക്കൾക്ക് പോലും നമ്മൾ ചോറിനകത്ത് ഇച്ചിരി ഉപ്പിട്ട് അതിലോട്ട് ഈ നെയ്യ് ഒഴിച്ച് ഇളക്കി ഒരു മെഴുക്കുരട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി അവർക്ക് വയറ് നിറച്ച് ചോറ് കൊടുക്കാം. യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഹെൽത്തിന് നല്ല ബെനിഫിറ്റ്സ് ഉള്ള സാധനമാണ്. കാരണം നമുക്കിതിനകത്ത് മായോ മന്ത്രമോ ഒന്നുമില്ല. കേടാവാതിരിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യണില്ല. നല്ല രീതിയിൽ ശുദ്ധമായ രീതിയിൽ തന്നെ നമ്മൾ എടുക്കുന്നത്. ഒരു എന്താ പറയുക, അൺഹെൽത്തി ആയിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല സേഫ്റ്റി ആയിട്ടോ. ഇത് കണ്ടോ, ഇതിനകത്ത് ഞാൻ കക്കൻ നമ്മൾ ഓൾറെഡി വേറൊരു പാത്രത്തിൽ ഈ പാത്രത്തിൽ ഇരുന്ന് അതത്രയും അപ്പുറത്തോട്ട് വേറൊരു പാത്രത്തിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഇട്ടു. കാരണം ഇപ്പം നമ്മൾ എടുക്കുന്ന നെയ്ക്ക് അത്യാവശ്യം ചൂടുണ്ടാവും. ആ ചൂട് നമുക്ക് പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒഴിക്കാൻ പറ്റില്ല. സോ നമ്മൾ ആദ്യം ഈ ചില്ല് പാത്രത്തിൽ ഒഴിച്ച് ഇതുപോലെ കട്ടയാക്കി എടുത്ത് വെച്ച ശേഷം പിന്നീട് എപ്പോഴേലും എടുക്കുന്ന സമയത്തായിരിക്കും അതിനെ വേറെ പാത്രത്തിലേക്ക് മാറ്റുക. കണ്ടോ, നമ്മളിപ്പോൾ തിളപ്പിച്ച സാധനങ്ങൾ ടെസ്റ്റർ മാറിയതുകൊണ്ട് നന്നായിട്ട് വേവണം. നിങ്ങളൊക്കെ തേങ്ങ പൊതിച്ച് നമ്മൾ വെന്ത വെളിച്ചെണ്ണ എടുക്കില്ലേ, അതേ പരുവത്തിലാണ് ഇത് വെന്ത് നെയ്യ് എടുക്കുന്നത്. പാലിൻ്റെ പാട ഇങ്ങനെ കുറച്ചധികം ദിവസങ്ങൾ വെട്ടി വെച്ചിട്ട് ലാസ്റ്റ് ദിവസം നമ്മളിങ്ങനെ കണ്ടോ ഇപ്പോൾ നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ ഈ പാലിൻ്റെ കക്കൻ നന്നായിട്ട് കറക്കണം വെച്ചൊരു ബ്രൗൺ കളറിന് മേലെ വരണം. അത്രയും നേരം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ നന്നായിട്ട് പിടിക്കും. നമ്മൾ ആ എടുക്കുന്ന പാത്രം പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് അപ്പോഴും നമ്മൾ ഫ്ലെയിം കുറയ്ക്കണം നല്ല രീതിയിൽ. ഇതിൻ്റെ ഇടയ്ക്ക് മീഡിയം ആക്കേണ്ട സമയമുണ്ട്, അല്ലെ പെട്ടെന്ന് കരിഞ്ഞു പോകും, നമുക്ക് നെയ്യ് ഏറെ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കറുത്ത കളർ വന്ന കേട്ടോ. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എന്നുവെച്ചാൽ കരിഞ്ഞു പോകില്ല, ടേസ്റ്റ് വ്യത്യാസം വരും നെയ്ക്ക്. അധികം കരിയാതെ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ആ പതയെല്ലാം ഒന്ന് വറ്റി നെയ്യ് തെളിയണം. അതാണ് നെയ്യ് തെളിഞ്ഞിട്ട് വേണം നമുക്ക് മറ്റതിലേക്ക് മാറ്റാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മാത്രം ഒന്നും ക്ഷമയില്ലാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ സ്റ്റെയിനർ വെച്ചിട്ട് അതിലേക്ക് ഒരു നനവില്ലാത്ത വെള്ളമയം തീരെ ഇല്ലാത്തൊരു പാത്രം എടുക്കും. ആ പാത്രത്തിനകത്തോട്ട് ഇതൊഴിക്കും. ഈ സ്റ്റെയിനർ വെച്ചിട്ട് വഴി ഇങ്ങനെ അരിച്ചൊഴിക്കും. അപ്പം അതിൻ്റെ കക്കൻ സ്റ്റെയിനറിനകത്ത് കിടക്കും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള നെയ്യ് വേറെ കിട്ടും. ഇത് ഞാൻ ഉടനെ തന്നെ അപ്പുറത്തോട്ട് മാറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ച് വെക്കണം. ഞാൻ വേറെ ഇതിലോട്ട് മാറ്റിയിട്ട് തന്നെ എടുത്ത് വെക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കില്ല. കണ്ടോ, ഇതായിരിക്കും പാത്രത്തിൻ്റെ അവസ്ഥ. കഴുകാൻ നന്നായിട്ട് മെനക്കെടണം. അടുത്ത വീഡിയോയിൽ കാണാം. ട്രൈ ചെയ്ത് നോക്കൂ.